അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ, വളരെ പ്രാധാന്യമുള്ള നാം അർഹിക്കുകയും ചെയ്യുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹം, നമ്മുടെ രാജ്യത്തും അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സമൂഹത്തിൻ്റെ പേരുകളും അതുപോലെ തന്നെ അവരുടെ നമ്മുടെ സംസ്കാരങ്ങളും സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ഓർമ്മയിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി പാഠപുസ്തകങ്ങൾ മുഖേനയും അതുപോലെ തന്നെ മറ്റു സ്ഥലമാറ്റങ്ങൾ മുഖേനയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ സമൂഹം അതുപോലെ തന്നെ മറ്റു എല്ലാവരും, ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവരും അറിയാൻ വേണ്ടി മുസ്ലിം സമൂഹം ചെയ്ത ഒരുപാട് ശാസ്ത്രലോകത്ത് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ സമൂഹം ചെയ്തിട്ടുണ്ട്. പഴയ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ പള്ളികളിലെ മെമ്പറുകളിലും അതുപോലെ തന്നെ മറ്റു ദീനീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഖേനയും സമൂഹത്തിന് വേണ്ട രീതിയിലുള്ള വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള ദിശാബോധം നൽകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളായിരുന്നു. അതുപോലെ തന്നെ ഖതീബന്മാർ ജുമാ നിസ്കാരം കഴിഞ്ഞാൽ അവരുടെ മെമ്പറിൻ്റെ അരികിൽ നിന്ന് മാത്സുകളും അതേപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രധാനപ്പെട്ട ആശയങ്ങളും വിദ്യാഭ്യാസ രംഗത്ത് സമൂഹം കടന്നു വരേണ്ടതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ പ്രതിപാദിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പഴയ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ സമൂഹം വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ ജോലി രംഗത്തും വളരെയേറെ മുൻപന്തിയിലുണ്ടായിരുന്നുവെന്ന് ചരിത്രം നമ്മെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഘടകമാണ്. വിശ്വവിജ്ഞാനത്തിലൂടെ ചരിത്രത്തിൽ നക്ഷത്രതുല്യരും അതുപോലെ തന്നെ വളരെ ഗഹനമായ ഖുർആനിൻ്റെയും അടിസ്ഥാനത്തിൽ ശാസ്ത്രലോകത്ത് കടന്നു വന്ന മഹാന്മാരായ പണ്ഡിതന്മാരും അതുപോലെ തന്നെ നേതാക്കന്മാരും ഒരുപാടുണ്ടായിരുന്നെന്ന് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാമിക പടിഞ്ഞാറൻ ലോകത്ത് അവിസേന എന്നറിയപ്പെടുന്ന ഇബ്നു സീന എന്നവർ മഹാനവർകൾ തൻ്റെ 10ാം വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കുകയും ആ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രലോകത്ത് ഇറങ്ങിച്ചെന്നുകൊണ്ട് അദ്ദേഹം തത്വചിന്തകനും അതുപോലെ തന്നെ രസതന്ത്രശാസ്ത്രജ്ഞനുമായി മാറിയെന്നത് നാം ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ ഗാലൻ രണ്ടാമൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം എഴുതിയ ഖാനൂനുൽ തിബ്ബ് എന്ന ആധുനിക വൈദ്യശാസ്ത്രത്തെ പോലും ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഗ്രന്ഥം ശരീരത്തിൻ്റെ വ്യത്യസ്ത അവയവങ്ങളെക്കുറിച്ച് സാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ എങ്ങനെ പ്രസരിക്കുമെന്നും മണ്ണും വെള്ളവും പരിസരവും ഈ രോഗം പ്രസരിപ്പിക്കുന്നതിനുള്ള പങ്കെന്താണെന്നും അതുപോലെ തന്നെ മലബന്ധം, ത്വക്ക് രോഗങ്ങൾ, ലൈംഗിക പ്രശ്നങ്ങൾ, മറ്റു ന്യൂമോണിയ പോലുള്ള രോഗങ്ങളെക്കുറിച്ചും ആധുനിക ശാസ്ത്രം അറച്ചു നിൽക്കുന്ന പല കാര്യങ്ങളും ഖാനൂനുൽ തിബ്ബ് എന്ന ഗ്രന്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഡാൻഡവില്യം അതുപോലെ തന്നെ ഹാൽവി ബോസർ തുടങ്ങിയ യൂറോപ്യൻ നവോത്ഥാന ശാസ്ത്രജ്ഞന്മാരെ പോലും
വിസ്മയിച്ച മഹാനായിരുന്നു ഇബ്നു സീന എന്നവർ. ശാസ്ത്രലോകത്തേക്ക് കടന്നു വന്ന, അതുപോലെ തന്നെ 976 കൂഫയിൽ ജനിച്ച അറബ് ലോകത്തെ സുപ്രസിദ്ധനായിരുന്ന രസതന്ത്രജ്ഞനുമായിരുന്ന ജാബിർ ബിൻ ഹയ്യാർ, പാശ്ചാത്യ ലോകത്ത് ഗബർ എന്നറിയപ്പെടുന്ന അദ്ദേഹം ടിൻ, അതുപോലെ തന്നെ ലെഡ്, ഇരുമ്പ്, കോപ്പർ തുടങ്ങിയ അടിസ്ഥാന ലോഹങ്ങൾ ചില മിശ്രിതങ്ങളുടെ അടിസ്ഥാനത്തിൽ പദാർത്ഥങ്ങളുമായി കൂടിക്കലരുമ്പോൾ സ്വർണവും അതുപോലെ തന്നെ വെള്ളിയും ഉണ്ടാകുമെന്ന സമയത്തെക്കുറിച്ച് പഠനം നടത്തുകയും ലോകത്തിന് സമർപ്പിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ സയൻസിലെ മുഖ്യ വിഷയമായിരിക്കുന്ന നീറ്റൽ ഇനം മാറ്റൽ, ബാഷ്പീകരണം, ഉത്പാദനം, ഉരുക്കൽ തുടങ്ങിയവായിരിക്കുന്ന കാര്യങ്ങളിൽ കൂടെ അസംസ്കൃത വസ്തുക്കളെ ശുദ്ധീകരിക്കുന്ന രൂപവും സമൂഹത്തിന് കാണിച്ചു കൊടുത്തത് മഹാനായ ജാബിർ ബിൻ ഹയ്യാറായി. മഹാന്മാർ മുസ്ലിം സമുദായത്തിൽ നിന്ന് ലോകത്തിന് ഒരുപാട് ശാസ്ത്രലോകത്ത് ഒരുപാട് സംഭാവനകൾ ചെയ്ത ഒരു മഹാന്മാരുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ഒരു വീഡിയോയിലും കൂടി അവരൊക്കെ നമ്മൾ പരിചയപ്പെടുത്താം. അപ്പോൾ ഇന്ന് ഈ രൂപത്തിൽ വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ചരിത്രങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ മതവിദ്യാഭ്യാസം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് മഹാന്മാരായിരിക്കുന്ന ഇത്രയും ആൾക്കാർ ഈ ലോകത്ത് കടന്നു വന്നു എന്നത്. കാരണം ഇവരൊക്കെ ഈ കണ്ടുപിടുത്തങ്ങളും അതുപോലെ തന്നെ അവർ സ്ഥാപിച്ചതായ ആതുരാലയങ്ങളും ഒക്കെ അവർ സ്ഥാപിച്ചത് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ അവർ കിട്ടിയ അറിവുകളുടെ കാര്യങ്ങളെ അന്വേഷിച്ചു കൊണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇവരെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാവുകയും നാം അവരുടെ ചരിത്രങ്ങൾ സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവുകയും വേണം. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിൽ കൂടി ബാക്കിയുള്ള ഒരുപാട് ആൾക്കാർ ഈ രംഗത്ത് കടന്നു വന്ന് ശാസ്ത്രലോകത്ത് ഒരുപാട് പേരുകൾ തെളിയിച്ച മഹാന്മാരുണ്ട്. അവരെക്കുറിച്ച് ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും.